ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജി. അപ്പോൾ ഇന്നൊരു പുതിയ ഒരു കാര്യം പറയാനായിട്ടാണ് നിങ്ങളോട് വന്നത്. ഇതൊരു വ്ളോഗോ അല്ലെങ്കിൽ വേറെ മറ്റ് കാര്യങ്ങളൊന്നുമല്ല. ഞാനൊരു ചെറിയൊരു ബിസിനസ് ഞാൻ വീട്ടിലാണ് ഇപ്പോൾ. തൽക്കാലം ഓൺലൈൻ വഴിയും നെയ്ബേഴ്സും ഒക്കെ ആയിട്ട് തൊട്ടടുത്ത് ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ അത് യൂട്യൂബ് ഫാമിലിയായിട്ട് ഇതുവരെ ഷെയർ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് സംസാരിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, എനിവേയ്സ് ഒന്നുകൂടെ വെൽക്കം ചെയ്യാണ്. കാരണം ഒരുപാട് ഗ്യാപ്പ് വരണമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ വെഞ്ചർ എന്ന് പറഞ്ഞാൽ, എന്താണ് ബിസിനസ് എന്ന് പറയുന്നത്. ഓബ്വിയസ്ലി അല്ലെങ്കിൽ ഓഫ് കോഴ്സ് സാരിയാണ്. ഞാനൊരു സാരി പ്രാന്തി ആയതുകൊണ്ടും എല്ലാവർക്കും അറിയാം, ഒരു സാരി ഡ്രൈപ്പിംഗ് തുടങ്ങിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാരി തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് സാരിയോടാണ് താല്പര്യം, അതുകൊണ്ട് ഞാൻ സാരി തന്നെയാണ് സെലക്ട് ചെയ്തതും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്നത് ബംഗാൾ കോട്ടൺസ് ആണ്. അപ്പോൾ ഞാനും വളരെ ലേറ്റായിട്ട് ബംഗാൾ കോട്ടൺസിന് ഇത്രയധികം വെറൈറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഡിസൈൻസ്, ഒരുപാട് ടൈപ്പ് ഓഫ് മെറ്റീരിയലിൽ. കോട്ടണിൽ തന്നെ പല മെറ്റീരിയൽസ് ഉണ്ട്. കോട്ടണിൽ സോഫ്റ്റ് കോട്ടൺ ഉണ്ട്, ലിനൻ കോട്ടൺ ഉണ്ട്, മറ്റേ കോറ എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഉണ്ട്. അത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇത്രയധികം വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് എങ്ങനെ ഇവർ കൊണ്ടുവരുന്നു ഞാനും ആലോചിച്ചു. അപ്പോൾ നമ്മളിപ്പം റീസെല്ലേഴ്സ് ഇതിൽ പെടുന്ന നമ്മൾക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ ഞാൻ തന്നെ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഇത്രയധികം വെറൈറ്റീസ് ഉണ്ടോ എന്ന് മാർക്കറ്റിലെന്ന് സംശയമായിപ്പോയി. എനിക്കത് അത്ഭുതമായിപ്പോയി. അപ്പം കണ്ട വഴി ഞാൻ തന്നെ ഒരെണ്ണം ഓർഡർ ചെയ്തു. അങ്ങനെ അത് ഞാൻ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ലൊരു മെറ്റീരിയലാണ്, അല്ലെങ്കിൽ നല്ല കോട്ടൺ ആണ് ഈ ബംഗാൾ കോട്ടൺ. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കുന്നത് നല്ലതായിരിക്കും. എനിക്കും സാരിയോടാണല്ലോ താല്പര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഞാനും സാരിയുടെ തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ ആദ്യം തന്നെ ബംഗാൾ കോട്ടൻ്റെ കുറച്ച് കാറ്റഗറിയാണ് ആദ്യം ഓർഡർ ചെയ്തത്. പിന്നെയാണ് ഓരോന്നോരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ സാരിയുടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഓരോരോ കാറ്റഗറി ആയിട്ട് ഓരോരോ വീഡിയോസായിട്ട് ഞാൻ ഓരോ തവണയായിട്ട് പോസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം ആ അക്കൗണ്ട് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് കാറ്റഗറി എന്താണെന്നുള്ള പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബഗൻപുരി സാരീസാണ്. അപ്പോൾ ബഗൻപുരി അങ്ങനെ പല രീതിയിൽ പറയുന്നതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. ബഗൻപുരി എന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ബഗൻപുരി സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ബോർഡർ ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് എനിക്ക് ഹൈറ്റ് കുറവാണ്, എനിക്ക് ചേരില്ല, എൻ്റെ പകുതി ബോർഡറിൽ പോകും എന്നൊരു ഇതുണ്ട്. പക്ഷേ ഹൈറ്റ് കുറഞ്ഞ ആൾ ബോർഡർ വലുതായത് കൊടുത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ വലിയ ഹൈറ്റുള്ള ആളൊന്നുമല്ല. ഞാൻ 5'2" ആണ് ഹൈറ്റ്. പക്ഷെ ഞാൻ വലിയ ബോർഡറുള്ള സാരീസ് എനിക്ക് ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ചിലർ ഉടുക്കും, ചിലർക്ക് ബുദ്ധിമുട്ടാണ്, ചിലർ ഉടുക്കില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എന്തായാലും ഞാനിപ്പം ഫസ്റ്റായിട്ട് കാണിക്കുന്ന ബഗൻപുരി സാരീസാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഒരു 8-10 കളേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം. അപ്പം എൻ്റെ കയ്യിലുള്ള ഫസ്റ്റ് കളറ് ഇതാണ്. ഇത് പിസ്ത ഗ്രീൻ അല്ല, പാരറ്റ് ഗ്രീൻ ആണ്. എനിക്ക് തോന്നുന്നത് ലൈറ്റ് ഗ്രീൻ ആണ്. അപ്പം നിങ്ങൾ ഈ കാണുന്നത് ബോർഡറാണ്. ഇത്രയും ഉണ്ടാവും ഒരു ബോർഡർ. ഇത് 1 സൈഡ് ബോർഡറാണ്. ഇതിന് 2-3 കാറ്റഗറി ഉണ്ട്. 1 സൈഡ് ബോർഡറും ഉണ്ട്, 2 സൈഡ് ബോർഡേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഇതാണ് ബോർഡർ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ ഒരു സൈഡ് ബോർഡർ. ബാക്കി പോർഷൻ ഇതാണ് ബോർഡർ. ഇത്രയുണ്ട് ഒരു ബോർഡർ. അപ്പം നിങ്ങളൊന്ന് ഓർക്കണം, ഇത്രയും ബോർഡറാണ് ഒരു സൈഡിൽ. താഴെ മാത്രമേ വരത്തുള്ളൂ, മുകളിൽ ഇത് വരില്ല. അപ്പം മുകളിൽ ഇതുപോലൊരു സിമ്പിൾ ഇതായിരിക്കും. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. ഒട്ടും ഇതിങ്ങനെ പെട്ടെന്ന് ചുളിയൊന്നുമില്ല. എനിക്കൊന്ന് മഴക്കാലത്തും കോട്ടൺ സാരി ഉടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ബെസ്റ്റാണ്. കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കാറ്റടിച്ച് ഉണക്കാവുന്നതേ ഉള്ളൂ. അയൺ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പം ഇതാണ് അതിൻ്റെ പല്ലു. ഇത് പല്ലു പോർഷൻ. പല്ലുവിൽ ഇതുപോലെ തന്നെ ഫുൾ ബോർഡറിൻ്റെ ഒപ്പം ഇതുപോലെ ലൈൻസും കൂടെ വരും. അതാണ് എൻ്റെ പല്ലു.
ഇത് ബോർഡർ. അപ്പോൾ ബോഡി ഫുൾ പ്ലെയിൻ ഗ്രീൻ വരും. കണ്ടോ? ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അതത്ര ക്ലാരിറ്റി എനിക്കത്ര വിശ്വാസമില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ. അപ്പോൾ ഇതൊരു പാരറ്റ് ഗ്രീൻ ആണ്. ഇത് വേണ്ടവർ ഒന്നുകിൽ DM ഇതിൽ എന്താണ് യൂട്യൂബിൽ തന്നെ മെസ്സേജ് അയക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാനിതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും എങ്ങനെയാണ് കൊറിയർ എന്നുള്ളതൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് ഫസ്റ്റ് കളർ, പാരറ്റ് ഗ്രീൻ. ഇനി ഇത് സെക്കൻഡ് കളർ. ഇതൊരു നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ ആണോ റോയൽ ബ്ലൂ ആണോ? നേവി ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടാണ് തോന്നണേ. പക്ഷെ നേരിട്ട് ഇത്തിരി ഡാർക്കാണ്, നേവി ബ്ലൂ ആയിട്ടാണ് തോന്നണേ. ഇതിന് യെല്ലോ ത്രെഡ് വർക്കാണ്. ഇത് ത്രെഡ് വർക്കാണ്. വേണ്ട. അപ്പോൾ ഇതിന് ഒരു വൺ സൈഡ് ബിഗ് ബോർഡറും അതർ സൈഡ് ഹാഫ്, ഇതിൻ്റെ ഹാഫ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഹാഫ് ആയിട്ടുണ്ടാവും സെക്കൻഡ് സൈഡ്. ഇത് അപ്പർ പാർട്ടാണ്, ഇത് ലോവർ പാർട്ടാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ. അപ്പോൾ ഇത് നേവി ബ്ലൂ വിത്ത് ഇത് പല്ലുവിൽ കുറച്ച് ലൈൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. ബോർഡറും ഇതൊക്കെ സെയിം ആണ്. അതിൻ്റെ ടാസൽസും ഉണ്ട്. കണ്ടോ? ഇതിനകത്തുള്ള നൂല് ബ്ലാക്കും ഉണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഇത് വീവ് ചെയ്ത് പോയേക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഡാർക്ക് ഷെയ്ഡ് വരാനുള്ള കാരണമാണ് ഇതിൻ്റെ ഇടയിൽ ബ്ലാക്ക് ത്രെഡ് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നല്ല ഷെയ്ഡാണ്. ഇതൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു യെല്ലോ ത്രെഡ് വർക്കുള്ള ബ്ലൗസ് ഉൾട്ട, അതായത് ഇപ്പോൾ യെല്ലോ ബ്ലൗസിൽ ബ്ലൂ ത്രെഡ് വർക്കുള്ള ബ്ലൗസ് പീസ് സെപ്പറേറ്റ്. ഇതിൽ വിത്ത് റണ്ണിങ് ബ്ലൗസ് ആണ് കേട്ടോ. ഇതിന് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ടതേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് ഇങ്ങനെ തന്നെ ഉടുത്തിട്ട് ഇതിനൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇത് ബംഗാളിൻ്റെ ഒരു ഒത്തൻറ്റിക് എന്താണ് ഷെയ്ഡാണ് ഈ ബ്ലാക്ക് ആൻഡ് റെഡ് ആൻഡ് വൈറ്റ്. അപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് ആണല്ലോ ശരിക്കും ബംഗാൾ സാരികൾ എന്ന് പറഞ്ഞിരുന്നത്. അവരുടെ ഒരു ദുർഗാ പൂജയുടെ ഒരു ദിവസമുണ്ട്. അവരപ്പോഴും എന്താണ് ഈ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് അവരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബിഗ് ബോർഡർ, ഇതതിൻ്റെ അതർ സൈഡ്. ഇത് വൈറ്റ് ആൻഡ് റെഡാണ്. ഇതൊക്കെ ഭയങ്കര രസമാണ്. ഇതൊക്കെ ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും. കാരണം നല്ല ഒന്നിത് സോഫ്റ്റ് ആണ്, പിന്നെ ഇത് കോമൺ അല്ല എന്ന് വെച്ചാൽ ഇത് ഉടുത്താലും നമ്മളിങ്ങനെ നോക്കും കൊള്ളാലോ. ഇത് അതായത് നമ്മളെ പതിവ് കാണുന്ന ഇതിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആണ്. അതിൻ്റെ പല്ലുവിൽ കുറച്ച് ലൈൻസ് വരുന്നേ ഉള്ളൂ. ബാക്കി ഇതുപോലെ തന്നെ റെഡും ടാസൽസും. ഇനി ഇതല്ലാതെയും ഇഷ്ടം പോലെ ഷെയ്ഡ്സ് ഉണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇത് ആർക്കെങ്കിലുമൊക്കെ വേറെ കളേഴ്സ് വേണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാം, കൂടുതൽ കളേഴ്സിൻ്റെ കൂടെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെ നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും ഇത് ഞാനിപ്പോൾ 780 റുപ്പീസാണ് ഇതിന് ഇട്ടേക്കുന്നത്. കേരളത്തിനകത്താണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വിതിൻ കേരള. അത് ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റൽ ചാർജ് പറയുന്നുള്ളൂ. അതുവരെ വിതിൻ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് വേറെ ഷെയ്ഡ്. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ബോട്ടിൽ ഗ്രീനാണ്. ബോട്ടിൽ ഗ്രീനിന് യെല്ലോ ത്രെഡ് വർക്ക്, അതിന് സ്മോൾ ബോർഡറും ബിഗ് ബോർഡറും. ഇതെല്ലാം കോമൺ സെയിം ഡിസൈനാണ്, സെയിം പാറ്റേൺ ആണ്. ഇതിൻ്റെ ഒരു സെയിം എന്താണ് ത്രെഡ് വർക്കിൻ്റെ ഒക്കെ ഡിസൈൻ സെയിം ആണ്. ഇതിൻ്റെ കളേഴ്സ് മാത്രം ഡിഫറെൻറ്റ് കളേഴ്സ്, നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. എന്തായാലും ഇപ്പം ഇത് ഭയങ്കര ട്രെൻഡിങ് ഒരു ഷെയ്ഡാണ് ഈ ഗ്രീൻ ആൻഡ് യെല്ലോ. ഇതൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ലതാണ്. ഇതൊക്കെ ഉടുക്കാനും സുഖമാണ്, നല്ല രസമാണ്, കാണാനും ഭംഗിയുണ്ട്. ഇതിനൊക്കെ സ്റ്റൈൽ ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണ്ട സ്റ്റൈൽ ചെയ്യാം. ഇതൊരു മെയിൻ ഡിമാൻഡിങ് കളറാണ് ബ്ലാക്ക്. എനിക്ക് തോന്നുന്നു ഒരു 3-4 പേര് എൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അതെനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിയിട്ട് ഇത് എനിക്ക് തന്നെ എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്കിൽ
ഓറഞ്ച് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, ത്രെഡ് വർക്ക്സ് 2 ഷെയ്ഡ് വരുന്നുണ്ട് ത്രെഡായിട്ട്. ഇതിന് 1 സൈഡ് ബോർഡറാണ്, ഇപ്പുറത്ത് ബോർഡർ ഇതേ ഉള്ളൂ, ചെറിയ ബോർഡറാണ്. ഇത് ഒരു സൈഡ് മാത്രം ബിഗ് ബോർഡർ, ഇത്രയുണ്ട്. സാരിയുടെ ഹാഫ് പോർഷൻ, സാരിയുടെ ഹാഫായിട്ട് മടക്കിയേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ബോർഡർ മാത്രമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബോർഡർ. ഇതിൻ്റെ പല്ല് മാത്രം കുറച്ച് റിച്ചാണ്, കാരണം കുറച്ച് ലൈൻസ് കൂടുതലുണ്ട് കേട്ടോ. ഇതാണ് ബ്ലാക്ക് ഷെയ്ഡ്. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ബ്ലാക്ക് പ്രാന്തികൾ കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. ബ്ലാക്ക് എനിക്കും ഇഷ്ടമാണ്. ഇതുപോലത്തെ ഈ സാരിയൊക്കെ സ്റ്റൈൽ ചെയ്യാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിനൊക്കെ നല്ല കളർഫുൾ ബാംഗിൾസൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഞാനിപ്പം തന്നെ മടക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നീടത്തെ മടക്കിൽ നടക്കില്ല. അപ്പം നമുക്ക് ഇപ്പം തന്നെ ഇതങ്ങ് ഫോൾഡ് ചെയ്താൽ എളുപ്പമുണ്ട്, എനിക്ക് എളുപ്പമുണ്ട്. ഓക്കെ, അത് നെക്സ്റ്റ് ഷെയ്ഡ്. ഇനി വന്നത് ഇതെൻ്റെ ഒരു 2-3 ടീച്ചേഴ്സ് വാങ്ങിയിട്ടുണ്ട്, നമുക്ക് സ്കൂളിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഷെയ്ഡാണിത്. ഇത് ഗ്രേ വിത്ത് റെഡാണ്. ഗ്രേ, ഇതിന് ഒരു ചെറിയ ബോർഡർ ഉണ്ട്. ഗ്രേ വിത്ത് റെഡാണ്. ഇത് ഫുൾ ഗ്രേ ആണ്, ബോഡി ഫുള്ള്. പല്ലൂര് ലൈൻസ് വരും. ടാസൽസിലൊരു വൈറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക് ത്രെഡ് ആൻഡ് വൈറ്റ് ത്രെഡ് ഇട്ടതുകൊണ്ടാണ് ഇത് ഗ്രേ ആയത്. അപ്പം ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഓക്കെ, ഇനിയുള്ള ഷെയ്ഡാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ കൊടുത്ത് വാങ്ങിയ ഷെയ്ഡാണ് ഈ ഷെയ്ഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെനിക്കറിയില്ല, എന്നോട് കുറേ എൻ്റെ 2-3 പേര് പറഞ്ഞു ഇതൊക്കെ ആരെങ്കിലും വാങ്ങും, ഇതൊക്കെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്ത സാരിയാണ് ഇതല്ല, ഞാൻ എൻ്റെ കയ്യിലുള്ള സാരി. ഇതെൻ്റെ കയ്യിൽ 2-3 പീസുണ്ട്. അപ്പോൾ ഇതാണ് അത്. ഇത് വൈറ്റാണ്, വൈറ്റ് ബോഡിയിൽ ഇതുപോലെ കുറച്ച് ഫ്ലൂറസൻ കളേഴ്സാണ്. ഇത് പേസ്റ്റലല്ല, ഫ്ലൂറസൻ്റ് ആണ്. ഇത് ഫ്ലൂറസൻ പിങ്ക് ആണ്, ഇത് ഫ്ലൂറസൻ ഗ്രീൻ ആണ്. ഗ്രീൻ എനിക്കൊന്ന് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്, പക്ഷേ പിങ്ക് ഫ്ലൂറസൻ്റ് ആണ് കേട്ടോ. നല്ല എന്താണ്, എടുത്തിങ്ങനെ കാണും വൈറ്റിൽ. ഇത് ഒരു കുഞ്ഞു ബോർഡർ സൈഡിൽ, ഇത് വലിയൊരു ബിഗ് ബോർഡർ. അപ്പോൾ ഇതിന് ഞാൻ വൈറ്റ് ബ്ലൗസാണ് ഇട്ടത്. വൈറ്റ് ബ്ലൗസും ഈ വൈറ്റ് പേൾസും ഇല്ലേ, മാല അല്ലെങ്കിൽ കമ്മൽ, അതിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോഡി. ഇതതിൻ്റെ പല്ല്. പല്ല് വ്യത്യാസമൊന്നുമില്ല, ലൈൻസ് തന്നെയാണ്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇതൊരു ഒരു സേഫ്റ്റി പിൻ മതി ഇതിൻ്റെ ഫുൾ പ്ലീറ്റ്സ് ഒക്കെ കുത്താൻ. ഭയങ്കര എളുപ്പമാണ് ഉടുക്കാൻ. വൈറ്റ് നമ്മൾ ഉടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് തന്നെ വ്യത്യാസം വരും, ബ്രൈറ്റ് ആവുന്ന പോലെ തോന്നും. സോറി. അപ്പോൾ ഇതാണ് വേറെ കളർ, വൈറ്റ്. ഇതെടുത്തിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഇവിടുന്ന് എവിടുന്ന് മറ്റേ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചോദിച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ്. അപ്പം ഞാനതുകൊണ്ട് ഞാനൊരു 2-3 പീസൊക്കെ എടുത്തായിരുന്നു. ഇതിലൊരു 2 പീസ് സോൾഡായി. ഇനി ഇനിയൊരു 2 പീസ് കൂടെ കാണുമായിരിക്കും. അപ്പോൾ ഇതാണ് വൈറ്റ്. ഇനി ലാസ്റ്റ് കളർ, എൻ്റെ കയ്യിലുള്ള ലാസ്റ്റ് കളർ ഈസ് യെല്ലോ. യെല്ലോ ഇഷ്ടമല്ലാത്തവരുണ്ടോ? ഇഷ്ടമല്ലാത്തവരുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് യെല്ലോ ഇഷ്ടമാണ്. എൻ്റെ സ്കിൻ ടോൺ ഒരു യെല്ലോയിഷ് അണ്ടർടോണുള്ള സ്കിൻ ടോണാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മാച്ച് ചെയ്യുന്നത് റെഡ്, യെല്ലോ, ബ്രൗൺസ് അല്ലെങ്കിൽ കോറൽ, പീച്ച്, ഓറഞ്ച് അങ്ങനത്തെ ഷെയ്ഡ്. എനിക്ക് പിങ്ക്, ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡിലോട്ടുള്ളത് എൻ്റെ സ്കിന്നിന് അത്ര ചേരുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് യെല്ലോ. ഈ ബ്ലൗസ് ചേരും കേട്ടോ ഇതിന്. ഇത് എന്നെ ചേരുന്നതാണെന്ന് തോന്നി, ഇപ്പോൾ വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായി. ഇത് എൻ്റെ സ്കിന്നിന് ബ്രൈറ്റൻ ആക്കുന്നതാണ് യെല്ലോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്നാൽ ഇതാണ് യെല്ലോ. നല്ല
ബ്രൈറ്റ് മാംഗോ യെല്ലോ ആണ്. ഇത് ലെമൺ യെല്ലോ അല്ല, ഇത് മാംഗോ യെല്ലോ ആണ്. അപ്പോൾ ഇതിന് റെഡാണ് ത്രെഡ് വർക്ക്. ഇത് പിങ്കും വരുന്നുണ്ട്, യെല്ലോ വിത്ത് പിങ്കും വരുന്നുണ്ട്. പിന്നെ ഒരു സിഗ്സാഗ് ഡിസൈനും വരുന്നുണ്ട്. അതൊക്കെ തീർന്നു. പിന്നെ ഇപ്പം ഇത്രയും പീസാണ് ഉള്ളത്. അപ്പോൾ ഇത് യെല്ലോ, ഇത് സ്മോൾ ബോർഡർ, ഇത് ബിഗ് ബോർഡർ. ഇത് ലൈൻസ് വരുന്നേ ഉള്ളൂ പല്ലുവിൽ, ബാക്കി എല്ലാം സെയിം ആണ്. അതാണല്ലേ വെയിലിൻ്റെ വ്യത്യാസം. സോറി, ഞാനിപ്പോൾ നാച്ചുറൽ ലൈറ്റിലാട്ടോ ഇരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ലൈറ്റൊന്നുമില്ല. അതിന് കാരണമുണ്ട്, അത് ഈ സാരിയുടെ കളേഴ്സ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇട്ടാൽ മനസ്സിലാവില്ല, ചിലപ്പോൾ നിങ്ങൾ വേറെ ആയിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൺലൈറ്റിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ്. അപ്പോൾ ഇത്രയും സാരിയാണ് ബഗൻപൂടി സാരിയായിട്ട് എൻ്റെ കയ്യിൽ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ എന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ കാണാം. എനിക്കൊന്നും അതത്ര ക്ലാരിറ്റി കുറവാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ബഗൻപൂടി സാരി അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും സാരി ഉണ്ട് എൻ്റെ കയ്യിൽ. എനിക്കിഷ്ടമുള്ള കളേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. അത് എത്ര പീസ് വേണമെങ്കിലും അയക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സാരിയായിട്ട് വരാം. എന്തായാലും ഇതിപ്പോൾ ഒത്തിരി ലോങ് ആയിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ചാനലിൻ്റെ അടിയിൽ തന്നെ മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ ഇതിന് റിപ്ലൈ ചെയ്തായിരിക്കും. ഇതിന് ഞാൻ 780 റുപ്പീസാണ് പ്രൈസ് ഇട്ടേക്കുന്നത്. വിതിൻ കേരള ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ചെയ്ത് തരാം. ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ പോസ്റ്റൽ ചാർജ് ഉണ്ടാവും, കൊറിയർ ചാർജ് ഉണ്ടാവും. പിന്നെ ഒന്നിൽ കൂടുതൽ സാരിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ അബൌട്ട് സാരി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സാരിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.